അഖില, ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നാശനഷ്ടം, അതായത് ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ള ഒരു വാർത്ത ലഭിക്കുന്നുണ്ട്. നാശനഷ്ടം വിലയിരുത്തിയെന്ന് ടെലിവിഷൻ അധികൃതർ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന യുദ്ധത്തിലും ടെലിവിഷന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, നമുക്കറിയാം ഇറാന് നേരെ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ ഏറ്റവും പുതിയത് ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിവരം ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ തന്നെയാണ് അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് വിലയിരുത്തി വരികയാണ്. അഞ്ജലി സൂചിപ്പിച്ചതുപോലെ ജൂണിലുണ്ടായ ആക്രമണത്തിലും ഇത്തരത്തിൽ ഈ സ്റ്റേറ്റ് ടെലിവിഷന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളാണ് വ്യാപിപ്പിക്കുന്നത്? ഇപ്പോഴും ടെല്ലവീവിനെ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. അഞ്ജലി, UAE-ക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ്. സമാധാന ശ്രമത്തെ പിന്തുണയ്ക്കുന്നതായും മോദി പറയുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ ഈ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനാവുന്നത്? ഈ ആക്രമണം ഉടൻ തന്നെ നിർത്തുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? അതിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിന് ഒമാൻ മധ്യസ്ഥത വഹിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചനകൾ. മാത്രമല്ല, ഇത്തരത്തിലൊരു ചർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമാധാന ശ്രമത്തിന് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപും തയ്യാറായി എന്നുള്ളതാണ് അറിയിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത്തരം വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നത്. അപ്പോൾ വലിയൊരു പ്രതീക്ഷ, കാരണം വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ നിലനിൽക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഗൾഫ് രാജ്യങ്ങളും. സ്വാഭാവികമായിട്ടും ഇറാനും ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 221 സിവിലിയൻസിന് ജീവൻ നഷ്ടപ്പെടുന്നു. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനി അതിക്രൂരമായി കൊല്ലപ്പെടുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ ഒരു ആവശ്യമാണ് ഇത്തരത്തിൽ യുദ്ധം അവസാനിക്കേണ്ടത്. നമുക്കറിയാം അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ടാണ് ഇറാനെ ആക്രമിക്കുന്നത്. ഇറാന് ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ഇറാനും ആക്രമണം നടത്തുന്നത്. അത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള UAE, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും അമേരിക്കൻ ചേരിതിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം ഇറാന്റേത് തന്നെയാണ്. അതിനുള്ള പരിശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. അഞ്ജലി, UAE-ക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് മോദി രംഗത്തെത്തുകയാണ്. UAE പ്രസിഡന്റുമായി മോദി സംസാരിച്ചു. ആ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു അഖില CP.